തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ. മലങ്കര കാതലിക് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാം പുതുവർഷം ആചരിക്കുകയാണല്ലോ. പുതുവർഷത്തിൻ്റെ ഈ പുത്തൻ പുലരിയിൽ എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ദൈവകൃപയും പുതുവർഷത്തിൻ്റെ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ വചനവർഷമായി ആചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബൈബിൾ പഠന പരമ്പര 20 എപ്പിസോഡുകൾ നമ്മൾ പൂർത്തിയാക്കി. 20 എപ്പിസോഡുകൾ കഴിയുമ്പോൾ ഒരു പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതനുസരിച്ച് ഈ ബൈബിൾ പഠന പരമ്പരയുടെ പരീക്ഷ 2025 ജനുവരി മാസം 19-ാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മുതൽ 4 വരെ ഓരോ ഇടവകയിൽ വെച്ചും നടത്തപ്പെടുന്നതാണ്. ഓരോ ഇടവകയിലെയും അംഗങ്ങൾ അവരവരുടെ ഇടവകളിൽ വെച്ച് ഉച്ച കഴിഞ്ഞ് 2 മുതൽ 4 വരെ ഈ പരീക്ഷ എഴുതേണ്ടതാണ്. ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പറുകൾ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ വാട്സപ്പിലൂടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. അങ്ങനെ മൊബൈലിൽ ലഭിക്കുന്ന ചോദ്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. ഓരോ ഇടവകയിലെയും പരീക്ഷ എഴുതുന്ന വ്യക്തികൾ നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പേരുകൾ നിങ്ങളുടെ വികാരിയച്ഛന്മാരെ ഏൽപ്പിക്കുക. അവർ അത് ജില്ലയുടെ ചുമതലയുള്ള ബൈബിൾ അപ്പോസ്റ്റലേറ്റിൻ്റെ വൈദികനെ ഏൽപ്പിക്കുന്നതാണ്. അവരത് രൂപതയുടെ ബൈബിൾ അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർക്ക് നൽകുന്നതാണ്. ആദ്യത്തെ 20 എപ്പിസോഡുകൾക്കാണ് പരീക്ഷയെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അതിന് വ്യത്യസ്തമായി ആദ്യത്തെ 19 എപ്പിസോഡുകൾക്ക് മാത്രമായിരിക്കും ഇപ്രാവശ്യം പരീക്ഷ നടത്തപ്പെടുക. കാരണം 20-ാമത്തെ എപ്പിസോഡ് ന്യായാധിപന്മാർ എന്ന് പറയുന്ന ആ പുസ്തകത്തിൻ്റെ ആമുഖം മാത്രമായി ചുരുങ്ങിയതുകൊണ്ട് ആ വേദഭാഗം ഇപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് എടുക്കുന്നില്ല. അതുകൊണ്ട് ആദ്യത്തെ 19 എപ്പിസോഡ് ജോഷുവ വരെയുള്ള ആ എപ്പിസോഡുകളാണ് നമ്മൾ പരീക്ഷയ്ക്കായിട്ട് എടുക്കുന്നത്. 20-ാമത്തെ എപ്പിസോഡ് അടുത്ത പ്രാവശ്യത്തെ പരീക്ഷയുടെ കൂട്ടത്തിലായിരിക്കും എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. പരീക്ഷയുടെ ചോദ്യപേപ്പർ എങ്ങനെയിരിക്കും എന്നതിനെക്കുറിച്ച് പലർക്കും ആശങ്കയുണ്ട്. അതിനെക്കുറിച്ചൊരു കാര്യം കൂടി അറിയിച്ചു കൊള്ളട്ടെ. 3 തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്. ഒന്നാമതായി ഒറ്റ വാക്കിൽ ഉത്തരമെഴുതാനുള്ള ചോദ്യങ്ങൾ. 25 ചോദ്യങ്ങൾ ഒറ്റ വാക്കിൽ ഉത്തരമെഴുതേണ്ടതാണ്. അങ്ങനെ 25 മാർക്ക് അതിന് ലഭിക്കും. രണ്ടാമത്തെ തലത്തിലുള്ള ചോദ്യം എന്ന് പറയുന്നത് 2-3 വാക്യങ്ങളിൽ എഴുതാനുള്ള ചോദ്യങ്ങളാണ്. അതിന് 3 മാർക്ക് വീതമാണ്. 15 ചോദ്യങ്ങൾ 2-3 വാക്യങ്ങളിൽ എഴുതാൻ ഉള്ള ചോദ്യങ്ങളായിരിക്കും. അങ്ങനെ 15 ചോദ്യങ്ങൾ 3 മാർക്ക് വീതം 45 മാർക്ക് അതിന് ലഭിക്കും. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ഖണ്ഡിക എഴുതാനുള്ളതാണ്. അതായത് 6-7 സെൻറ്റൻസ് എഴുതുക, ഒരു ഖണ്ഡിക എഴുതുക എന്നുള്ളതാണ്. 6 ചോദ്യങ്ങൾ അതിനകത്തുണ്ടായിരിക്കും. ഒരു ചോദ്യത്തിന് 5 മാർക്ക് വീതമായിരിക്കും. 30 മാർക്കിൻ്റെ ചോദ്യങ്ങൾ മൂന്നാമത്തെ തലത്തുണ്ടായിരിക്കും. അങ്ങനെ 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ പരീക്ഷയിൽ നൽകപ്പെടുന്നത്. 3 തലത്തിലുള്ള ചോദ്യങ്ങളാണ് എന്ന കാര്യവും പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ജനുവരി 19 ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മുതൽ 4 വരെ നടത്തപ്പെടുന്ന പരീക്ഷ അൽമായർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എന്നാൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് വേണ്ടി നടത്തപ്പെടുന്ന പരീക്ഷ 21-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 7 മുതൽ 9 മണി വരെ അവരവരുടെ കോൺവെൻറ്റുകളിൽ വെച്ച് ഈ പരീക്ഷ എഴുതാവുന്നതാണ്. കോൺവെൻറ്റിൻ്റെ ചുമതലയുള്ള സുപ്പീരിയർ 9 മണിയാകുമ്പോൾ ഈ പരീക്ഷാ പേപ്പർ കളക്ട് ചെയ്യുകയും അത് ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് 19-ാം തീയതി
ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മുതൽ 4 വരെ പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. അവരുടെ പരീക്ഷ 21-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 7 മുതൽ 9 മണി വരെ ആയിരിക്കുന്ന കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ഇടവുകൾ വെച്ച് നടത്തുന്ന പരീക്ഷാ പേപ്പറുകൾ 4 മണിയാകുമ്പോൾ ആ ദേവാലയത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ അത് കളക്ട് ചെയ്ത് ആ ജില്ലയുടെ ബൈബിൾ അപ്പോസ്റ്റലേറ്റ് ഡയറക്ടറെ ഏൽപ്പിക്കേണ്ടതാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ഓരോ പള്ളിയിലും നടക്കുന്ന ഈ പരീക്ഷയിൽ ഇടവകയുടെ വികാരി അച്ഛന്മാർ അതിന് വേണ്ടുന്ന നേതൃത്വം നൽകണമെന്ന് സ്നേഹത്തോടെ അറിയിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവർഷത്തിൻ്റെ ആശംസകളും ദൈവാനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ആൻ്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ വചനവർഷത്തിൻ്റെ കോർഡിനേറ്റർ.